അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് ചാടാൻ പോകണം. എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കുറച്ച് ചാടാൻ പോകണം. ഞങ്ങളവിടെ 1 ഏക്കർ സ്ഥലത്ത് ഒരു കുളമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കുളിച്ചാൻ പോകുന്നത്. ഇവിടെ ഒരാൾ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പോവില്ല മച്ചില്ല പിന്നെ എങ്ങനെ പോവാ? കേട്ടോ അതാ ഞാൻ ഇങ്ങനെ കാട്ടാൻ പാടില്ല. ഇങ്ങനെ കാട്ടാൻ പാടില്ല കേട്ടോ. അയ്യോ ഇങ്ങോട്ടല്ലോ. അതാ അവര് എന്റെ വണ്ടി തോടുക്കാൻ പോകണ്ടല്ലോ. കുറച്ചുനാൾ 2 ആൾക്കാർ പണ്ടൊരു ലണ്ടൻ മണ്ടനിൽ പോയപ്പോൾ ചാടി. അതേമാതിരി ഒരു കുളത്തിലേക്ക് ചാടാൻ ഞങ്ങൾ വീണ്ടും പോവുകയാണ്. നീരുള്ള കുളത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ നീര് കൊത്തും, ഞാനും ഇറങ്ങും. നിങ്ങളും ഞാനും അല്ലേ ഇറങ്ങുന്നത്. അപ്പൊ നീ അതായത് മലപ്പുറം ജില്ലയിലെ എടയൂർ എന്ന സ്ഥലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അതിമനോഹരമായ ഒരു പഞ്ചായത്തിന് നേതൃത്വത്തിലുള്ള ഇവിടെ കാണാൻ നല്ലൊരു ക്യൂട്ടാട്ടോ. അവിടെ കുളത്തിൽ കാണാന് 1 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ കുളം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ പിടിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഒട്ടുന്നു ഞാനതിന് വികലില്ലല്ലോ. പൊച്ചുണ്ടായതുകൊണ്ട് പൊച്ചില്ലെങ്കിൽ ഞാൻ പിടിച്ചു. റോഡുകളായതുകൊണ്ട് ഇവിടെ നല്ല നല്ല അമ്പുകൾ. എന്നിട്ട് അമ്പ് മുകൾക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. താഴത്തേക്ക് കുഞ്ഞുണ്ട്. ഇതാണ് ഇവിടുത്തെ അംഗൻവാടി. ഇന്ന് കള്ളത്തരം കാട്ടി അംഗൻവാടിക്ക് പോകാൻ കള്ളത്തരം കാട്ടി നിൽക്കുന്ന അംഗൻവാടിക്ക് പോകൂല. ഞാനേ ഇനി നാളെ ഞാൻ പോകും ഗൈസ്. അപ്പൊ ഞാന് നാളെ പോകും അംഗൻവാടിക്ക്. മണ്ടത്തരം എന്താണ് പറഞ്ഞത്? ശിവു കുറച്ച് ചാടുവോ? നീന്തൊക്കെ അറിയോ? കരലുമണ്ടി മാറിക്കൊടുത്തു മാറിക്കൊടുത്തു. അലിൻഡോസ്കരാറുണ്ടല്ലോ മറ്റേ കൊച്ചിയും കൂടി കായൽക്കൂടി ഇങ്ങനെ നോക്കോളൂ. ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞു കാണി. സൂപ്പർ സ്റ്റാർ അലിൻഡോസ്കരാറ് വരുവാണ് കേട്ടില്ല. ഇതൊക്കെ പറ്റത്തൊക്കെ ഫുള്ള് ഓരോ നേരം ഫുള്ള് വണ്ടി കണ്ടിട്ടുണ്ടോ? നോക്കടാ പൊട്ട നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഞങ്ങൾ പോകാണ് ഞങ്ങൾ പോ
പറക്കിട്ടോ ഞാൻ പറക്കിട്ടോ വണ്ടി പിരാന്തനായതുകൊണ്ട് ഇങ്ങനെ വണ്ടിയുമായി വണ്ടി പിരാന്തനായതുകൊണ്ട് ഇവനെ ഞങ്ങൾ ഒരു വണ്ടി അങ്ങനെ തന്നെ ഇത് എവിടെ വിട്ടാൽ നാളെ പാറ നടക്കും. അമ്മച്ചിയേ പിള്ളേക്കാട്ടോ കൊളത്തുന്നാ പിന്നല്ലാതെ അതിനൊക്കെ രാവിലെ പോയിട്ട് അതൊക്കെ ഒരു ചണ്ടക്ക് ഫുള്ള് ചാണകം കൊട്ട ചാണകം കൊട്ടിയിട്ട് പിന്നല്ലാതെ അതായത് രാവിലെ മൊണ്ടുണ്ടായമാരും ഈ നേരെ കിട്ടിയില്ല കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി കോഴിക്കോട് ഇതെന്താ അടിപൊളി സ്ഥലമാണല്ലോ ഇത്. നല്ല പൂക്കളൊക്കെ ഇതേ ഭയങ്കര നല്ല രസമുള്ള സ്ഥലമാണല്ലോ. നല്ല പൂക്കൾ ഇതാണല്ലേ കുറിയല്ല കോറി. കുളം ഒരു സൺഡേ ഹോളിഡേ അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എല്ലാം നല്ലവരായ ഈ നാട്ടിലെ കുഞ്ചോമന മക്കളെ കാണാൻ സാധിക്കും. നമ്മളെ പോലെ പിന്നാട്ടന്മാര് മാത്രം ഇവിടൊക്കെ അങ്ങനത്തെ കച്ചവടമൊക്കെ ഉണ്ടോ? എന്തൊരു വലിയ കണ്ടിട്ട് ചാടാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ എന്തായാലും പറയോ കാക്കമാരൊക്കെ കുടിച്ചു ആകെ പ്രശ്നമാണ്. കണ്ടിട്ട് കൈയിടാൻ ബുദ്ധിമുട്ടുണ്ട്. കൈയിട്ടിട്ട് കാര്യമില്ല. എന്തൊരു വലിപ്പമാണ് കുളത്തിന്റെ വലിപ്പം നോക്കിയ മക്കളെ. എത്ര വെള്ളമാണെങ്കിൽ ഒരു ഭാഗത്തിന് നിറച്ച് വെള്ളം തിരും. കുഞ്ഞോനെ ഓരിതാ പച്ചക്കറി വണ്ടി കിടന്നു. തക്കാളി തോറ് കുളിച്ചിന് കുടിക്കുന്ന കുടിച്ചിറങ്ങാണ്ട് എനിക്കിതിനെ പോലീസ് കംപ്ലൈൻറ്റ്
അല്ല കുളത്തിലൊന്ന് ചാടണോ? എനിക്കൊരു മൂടില്ല. നിമ്മൂന്ന് ചാടാൻ താല്പര്യം ഉണ്ടോ? അനൗൺസ്മെന്റ് വണ്ടി സൂം ചെയ്താ ചിലപ്പോൾ എങ്ങനെ കയറാം. കുളത്തിൻ്റെ ഇടതുവശത്ത് ചാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ടീമും കയറി നിൽക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം കമ്മിറ്റികൾ ഇടപെട്ട് കയറ്റിക്കുന്നതാണ്. കുറേ ടീമവിടെ ജയിച്ചു കിട്ടി. ഇന്ന് പൊതുവെ വെച്ച് നോക്കാൻ ഇച്ചിരി ഈ മഴക്കാലല്ലാത്തതുകൊണ്ട് കുളത്തിൽ വെള്ളം കുറവാണ്. കുറച്ച് ഇരന്മാരുണ്ടാവും. പൊതുവെ വെള്ളം കുറവാണ്. ഇപ്പം കുറച്ച് അതായത് ആ ഒരു ഇതിങ്ങനെ ഉണ്ടാവും. ആ ഒരു മേലെ ഇങ്ങനെ ഒരു കരവ് അതിൻ്റെ ആ ഒരു മതിലിൻ്റെ ഒപ്പം വെള്ളം ഉണ്ടാകുന്നുണ്ട് സാധാരണ. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് വെള്ളം പൊതുവെ കുറച്ച് കുറവായതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നേരിടുന്നത്. കുറേ ആൾക്കാരവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളത്തിൽ ചാടുന്നതല്ല. എന്താ എന്തൊക്കെ ശരി നമ്മൾ കുളിച്ചണോ വേണ്ട? ഇപ്പൊ എപ്പ തീരുമാനിട്ടെ വേണോ കുളിച്ചണോ? എനിക്ക് പേടിയാ? നിങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ മാത്രം എങ്ങനെ ഇത് കുളിച്ചപ്പടെ ചാടുക? എന്ത് പരിപാടി? എന്തായാലും ഞാൻ കുറച്ച് ചാടാൻ പോണം. ഓക്കെ ഞാൻ കൂടെ വരാം. എടുക്കാ യെസ് ഞാൻ ഈ ബണ്ടക്കലോറിന് കച്ചവടം കളിച്ചിട്ട് നിങ്ങളൊക്കെ തിരിച്ച് നീരാണ്. ചെറിയ നേര് തക്കാളി 50, 100 കിലോ തക്കാളി 50, 2 കിലോ 100. അനൗൺസ്മെന്റ് വണ്ടി അപ്പൊ ഞങ്ങള് കുറച്ച് ചാടാൻ പോണം. എന്തായാലും റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ? പിന്നെ റെഡിയാ? ഹലോ പോയില്ല നമുക്ക് അവിടെ മുതു മുതു ഇറങ്ങി കേട്ടാ. വഴുക്കലുണ്ട് വഴുക്കലുണ്ട് നോക്കിക്ക. വഴുക്കലുണ്ട് മുത്തു അടങ്ങി മുത്തു വഴുക്കലുണ്ട് അടങ്ങി ഓനെ ഇത്തിരി നേരം ആക്കിയിട്ട് അന്നാക്കും. ഓക്കെ പൊന്നുസേ മുത്തു തടിയിൽ വെള്ളം നോക്കിട്ട് നിങ്ങള് പുറഞ്ഞെടുത്ത് ഇവിടെ ഇരുന്ന മുത്തു ഇവിടെ ഇരുന്ന ഫാത്തിയ ഇവിടെ ഇരിക്കേ.
ഇവിടെ ഇരി ഇവിടെ ഇരി അവിടെ ഇരുന്നു ഈ അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് ഓൾക്ക് അവിടെ ബാലൻസ് ഇട്ടൂലെങ്കിൽ അറിയൂലേ ഫാത്തിമ ഈ പെണ്ണിനെ പിടിച്ചോ മുത്തോ ഇവിടെ ഇരി മുത്തോ ഇപ്പൊ കണ്ടില്ല നിങ്ങള് ഇവിടെ ഇരി മുത്തോ ഇവിടെ ഇരുന്ന് കളിട്ടോ ഇവിടെ ഇരുന്ന് കളിട്ടോ പന രണ്ടോടി ഇവിടെ നോക്കാൻ വയ്ക്കൂല ഇവിടെ ഇരി അമ്മച്ചി ഇവിടെ ഉണ്ട് അമ്മച്ചി ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ ഇരി അവിടെ ഇരി ആ കണ്ട കണ്ട ഇരി ഇവിടെ ഇരി ഓനാക്കിയിട്ട് എന്നെ എപ്പിച്ച് കൊണ്ടുപോകും ഓക്കെ പോവാണ് നിങ്ങൾ കേറ്റി കാണ് ഇവിടെ കൊണ്ടേക്കോ ഓനെ കിട്ടാ ഇവിടെ കൊണ്ടേക്കോ വാ അമ്മക്ക് ഇവിടെ ഇരിക്കട്ടെ ഞാനിട്ട് പറഞ്ഞു തോൽക്കാടി നിക്കാൻ ബാലൻസ് ഇട്ടുള്ള കുഞ്ഞു കുട്ടിയാണല്ലേ തലയിൽ വെള്ളാക്കല്ലോ ഇവിടെ ഇരുന്നോ ഉമ്മച്ചിന്റെ കൂടെ ഇവിടെ ഇരുന്നോ ആക്കൂന്നൊക്കെ പറഞ്ഞു എന്ത് ഇങ്ങനെ വരില്ലേ നിങ്ങൾ കേറ്റിന്നോ കേറിക്കണ വാ അത് ഇപ്പൊ ചാട ഇവിടെ ഇരി കൂട്ട് ചേട്ടൻ പെണ്ണെ അടയ്ക്കുന്നോ വാടാ അതെന്താ മുത്ത ഇവളെ നോക്കി ഇവള് നോക്കിട്ടാ ഇവള് വെള്ളം കുടിച്ചു ആദ്യ എമ്മച്ച് പുതിയ ഇവിടെ കയറിയിരുന്ന അവിടെ കയറിയിരുന്ന നോക്കി ഓനെ അവിടെ ഇരുന്നോ അത് നല്ലത് ഇപ്പൊ ചാടിക്കോളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പിടിച്ച് എത്ര നോക്കി ഓള് നോക്കി ഉമ്മച്ചിന്റെ കൂടെ ഇവിടെ ഇരുന്നോ വാ ഇവിടെ ഇരുന്നോ അടങ്ങി നിക്ക് ഇവിടെ ഉമ്മച്ചിന്റെ കൂടെ ഇവിടെ പൊന്നാ വീട്ടിലൊരു പെണ്ണിന് അവിടെ ഇപ്പച്ചി വരുവോളൂ അവിടെ ഇരുട്ടാ ഇപ്പച്ചി വരുവോളൂ അവിടെ ഇരുന്നേട്ടാ ഈ പെണ്ണിനെ നോക്കിക്കോ ഉമ്മച്ചു വരുത്തരാ കാണൂലേ അയ്യോ ഊരിത്തരാ വാ ഞാൻ കൊണ്ട്
വാർത്തണ്ടോടെ അവിടെ ആദ്യം പിന്നെ അങ്ങക്ക് വെള്ളത്തിൽ ഇറങ്ങണോ? വേണ്ടത് ഞാൻ നനക്കില്ല. ഇല്ല മുണ്ട് വേണ്ട വേണ്ട. താത്ത ഉപ്പച്ചിന്റെ കൂടെ മാത്രം ഇറങ്ങിയാൽ മതി. താത്ത നമുക്ക് ഇവിടെ ഇരിക്കട്ടെ മുത്തേ. എങ്ങോട്ട് ഓളെങ്ങനെ നീന്തും? ആ വേണ്ടട്ടാ. വഴുക്കും നോക്കട്ടാ. നല്ല വഴുക്കുന്നുണ്ട്. ഇനി മതി. ഈ സ്റ്റെപ്പിലിരുന്നോ മുത്തോ? ആ കണ്ടിയില്ല മുത്ത. കുട്ടിയിട്ടത് സ്വിമ്മിങ് സൂട്ടില്ല, അതില്ലാതെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ അടിപ്പിച്ചൊക്കെ പിന്നെ ആ ഡ്രസ്സ് കുപ്പായ മാത്രം അതേപോലെ ഇപ്പിച്ച് പോണൊക്കെ. അത് ഇപ്പിച്ച് കേട്ടനൊക്കെ പിന്നെ അതൊക്കെ ഇവജി വന്നാ മുത്തു 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 അവിടെ ഇരുന്നാ മേട്ടാ. അവിടെ ഇരുന്നട്ടാ. ഇപ്പൊ ചില്ലട്ടാ. അവിടെ അവിടെ ഇരുന്നോ. അങ്ങോട്ട് ഇറങ്ങല്ലേ. ഇവിടെ ഇനി കൊണ്ടുവരരുതിട്ടാ. ഇവിടെ പറഞ്ഞ കേക്കണില്ല. മുത്തു വന്ന് തോത്തിക്ക. ഇപ്പിച്ച് അടുത്തുണ്ടെങ്കിൽ ഭാത്തി ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പിച്ച് അവിടെയാണ് തോർത്തുന്ന നിങ്ങള് കുളി കഴിഞ്ഞപ്പോ സോപ്പൊന്നും വേണ്ട. കുളി കഴിഞ്ഞാ പിന്നെ നിർത്താനില്ല. കുളി കഴിഞ്ഞാ കഴിഞ്ഞു. ഒറ്റ കഴിഞ്ഞു. പേടിച്ചിരിക്കുന്നത് അന്നെ തന്നെ പറഞ്ഞ നോക്കണ്ട. പിന്നെ നമുക്കടുവാ പച്ച സാധനം എടുത്തുണ്ട്. അയ്യ അവിടെ തോത്താത്ത നഞ്ഞുണ്ടോ? തോത്തിരുമോ? തോത്തി വൃത്തി. നിങ്ങൾ തോത്തി ഞാൻ എനിക്ക് തോത്തി തരാം. കുഞ്ഞാനെ എനിക്ക് ഇനി കുളിച്ചണ്ടേ?
നീ കുളിച്ചണ്ട എനിക്ക് എനിക്കും ചാടണോ? ഇനി എന്താ പരിപാടി? അടുത്ത പരിപാടി എത്താ? അവിടെത്താ ആ ചെക്കന്മാർ ചാടണം എടുത്തേക്കോ. അവിടെയൊക്കെ ഫുള്ളാവൂല്. നമുക്ക് പോവാ. ആണ് അവിടെ ഓല് ചെക്കന്മാരുടെ കാലിട്ട് വീശണുണ്ടോ? എന്ന് അവിടെ കയറ്റാൻ പറ്റുമോ? എന്നാ പോയേക്കാം. പോയേക്കാം. ആരെ അവൻ്റെ എടുത്തോട്ടുണ്ട്. ചെറുപ്പത്തില്ല തുണിയാണ്. ആ തുണി കൊടുക്ക് മുത്തു ഓടല്ലേ. ശരിക്കട്ടെ എക്സസൈസ് ആണ്. മുത്ത എന്ത് ചാളക്കാത്തു എക്സസൈസിന് വേണ്ടി വരുന്നുണ്ടോ? പൊട്ടിച്ചിട്ടോ ഇറങ്ങി ഇറങ്ങി ഇടിപ്പിച്ചെന്താ കടന്ന നിർത്തി. ഞാനല്ലേ ഇജാണ് നിർത്തണ്ടത്. ഞാൻ ഇങ്ങനെ നിർത്ത. പിടിച്ചു അല്ല ഇവിടെ ചവിട്ടി കയറാണ്. എങ്ങോട്ട് നിന്നാ പെണ്ണിങ്ങിട്ട് വാ. വേണ്ടേ രാവിലെ മതിയാ വണ്ടി 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 അത് കറങ്ങണതാട്ടാ. ഇതെന്താ അറിയാം നല്ല സെറ്റ് പണില്ലേ. ഇരുന്നാളാ നീ പിടിച്ചോളിട്ടാ.
മതിന്ന് മതിയാ മതി ഇന്നത്തെ അങ്ങൊന്നുമില്ല ഇന്നലാണ്ട് കഴിഞ്ഞു മതി. വാ പൊന്നെ ഇങ്ങോട്ട് വാ. ഇപ്പിച്ചത് പോണു. വാ വാ. ബേക്കിന്ന് കിടന്നു പൊന്നെ. സെന്ററിലൊക്കെ കാല് സെന്ററിലൊക്കെ. ആ മാറിക്കിടന്നടി വീഴും. കുഞ്ഞു മീൻ കുഞ്ഞു മീനെന്ന് പറഞ്ഞു. വലിയ മീൻ അവർക്ക് എത്തില്ല. പോവാ എന്താണ് അതിന്റെ പ്രശ്നം? അപ്പൂസ് അത് നോക്കണോക്കിയ ഞാൻ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വണ്ടി 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 നോക്ക്. എന്തായാലും വിളിച്ചറിഞ്ഞ പോരെ. പിന്നെ മരിപ്പിനായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ടോ? എന്നാ മരിപ്പിന് ഇത് വണ്ടിയാ. മരിപ്പിനെ ഇത് വണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചോ? മരിപ്പിനെ ഏത് വണ്ടിയാ? ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ മാമ ഉണ്ടാവും ആജീസില്. പിന്നെ മുത്തോ നമ്മള് വീട്ടിൽ പോകണം. ഓക്കെ മുട്ടായി വാങ്ങി തരൂ ആ വീടിന്ന്. ഇനി ഒന്നും ഇല്ലല്ലോ. ആ സാധനം നമ്മളത്തെ ഇല്ലല്ലോ. വെള്ള അല്ല ഇല്ലല്ലോ. നിങ്ങൾ തരത്തില്ലല്ലോ. ഞാൻ ഓർത്തിനെടുത്തോ? അതൊക്കെ ഞങ്ങളെ പോവാണ്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടു കിട്ടില്ല അതില്ലല്ലോ. വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ഒരു കുട്ടികളെ ഷോപ്പ് ഉണ്ടാക്കി അത് ഉപ്പിലിട്ടതാ തോന്നുന്നുണ്ടോ? പൈനാപ്പിളാ വീഴണ്ട കേട്ടോ. മാങ്ങ മാങ്ങ കാക്ക എല്ലാത്തിനും എത്ര? എത്ര ഒന്നിനോ? പിന്നെ വേറെ ഏതല്ലേ മാങ്ങ? അത് 5 റുപ്യ, അത് 10 റുപ്യ, 5 റുപ്യ. ഇത് വാങ്ങിയല്ല, ഇത് ചെറിയ പാണ്. ഇത് 10 റുപ്യ. ഇപ്പം വാങ്ങാം. ക്യാരറ്റ് 5 റുപ്യ, ബീറ്റ്റൂട്ട് 5 റുപ്യ.
മോവല് പോലെ എന്തോ വണ്ടി ഇത് ചെമ്മീനച്ചാറ ഇതൊന്നും വാങ്ങാം രസം ഒരു പത്തപ്പത് ഭയങ്കര രസം പിന്നെ എന്താ വണ്ടി ഇത് എന്താ വണ്ടി ഇതാ ഇതൊക്കെ ഒന്നിട്ടോ ഇതൊക്കെ ഒന്നിട്ടോണ്ടില്ലാക്കാ മാങ്ങ നെല്ലിക്ക നെല്ലിക്ക ചെറിയ അതാ മറ്റേ നെല്ലിക്ക എത്ര ഒന്നിനോ ഒന്നിനും വെക്കണം മതിയാ ഇത് വാങ്ങാക്കണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയേ നമുക്ക് വേണ്ടല്ലോ നമുക്ക് വാങ്ങാൻ സൗകര്യം വാങ്ങിപ്പോരെ നമുക്ക് വേണ്ടല്ലോ എന്ന് പറയാം ഒരു തീരുമാനം ഉണ്ടോ ഇത് വേണമെന്നല്ലേ എന്താണ്ടി ഈ വാങ്ങും അത് തിന്നാൻ പറ്റില്ല ഇവർക്ക് മിഠായി എന്താ വേണ്ടി പറയും എനിക്ക് ഒരു തീരുമാനം പറയും മിഠായി ആ കുപ്പിക്ക് മിഠായി ചുവപ്പും വെള്ളിയും സാധ്യത അതോ ആ കുപ്പി നോട്ടി കളി ആ ചുവപ്പും വെള്ളി അതിൻ്റെ ചെറുത് അതൊന്നും വരും പുളിയച്ചാണ് 5 റുപ്യ പുളിയച്ചാണ് ഫ്രണ്ട് നീങ്ങിരുന്ന കുറച്ച് അതായത് പിന്നെ ചെമ്മീൻ്റെ ആ സാധനം ഒന്ന് വാങ്ങി പിന്നെ ആ കുരുമുട്ടായി ഇല്ലേ ആ ചുവപ്പും മറ്റേ വെള്ളയും ആ സാധനം വാങ്ങി കാക്ക എല്ലാ സാധനത്തും ഇത്ര കട്ടിയുള്ള പൈനാപ്പിൾ പീസിനൊക്കെ 10 റുപ്യ എന്താപ്പത് 5 റുപ്യക്കഞ്ച് നോക്കാം 5 റുപ്യക്കഞ്ച് ഇങ്ങനെ മര്യാദ വില ഫുള്ള് വില കൂടുതലാണ് ഇത്ര റുപ്യുള്ള മാങ്ങൻ്റെ കഷ്ടത്തിനൊക്കെ 10 റുപ്യ അതുകൊണ്ടാണ് ഞാൻ വാങ്ങാൻ പിന്നെ കാക്കാൻ്റെ ഒരു ഡയലോഗ് ലാസ്റ്റ് അതൊക്കെ നോക്കണോ നമ്മൾ വാങ്ങിയിരിക്കും നമ്മൾ വാങ്ങണം നമ്മളെത്തുള്ള ലിക്വിഡ് മണിയാണ് കാക്കാൻ്റെ അടുത്തുള്ളത് അടുത്ത് വെച്ച സാധനങ്ങളാണ് അത് കേടരും പൈസ കേടരില്ല അത് മനസ്സിലാക്കണം കാക്കാതെ അങ്ങനെ ഒരു കച്ചവടക്കാരനോട് പെരുമാറാൻ പാടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത് കുളത്തിലൊക്കെ ചാടി മറിഞ്ഞു ഇവരൊക്കെ പിന്നെ കുഞ്ഞ കൊത്തി ചാടിയോ കൊത്തി ചാടിച്ച് അതാടുന്ന ഇത് കൊത്തി ചാടിയോ ഇല്ലേ ഇവിടെ ഇല്ലാന്ന് ഇത് ചാടിയോ കുളത്തില് രണ്ടാൾക്ക് കൊത്തി ചാടിയില്ല ഇവിടെ
ചുമ്മാ കുളം കാണാനുള്ള ചാടി തകർത്തിരുള്ള കുളത്തില് ഒന്നും കേട്ടില്ല. അങ്ങോട്ട് മാറില്ല.